ഞാൻ ഇത് മൂന്നാമത്തെ വർഷം, മൂന്നാമത്തെ വിളവെടുപ്പ്. അടുത്ത മാസം അതിന്റെ വിളവെടുപ്പ് ഉണ്ടാവും. അതിന് ഇവിടെ ഓഫീസേഴ്സ് ഒക്കെ വരും. മാടായി കൃഷി ഓഫീസർ വരും, മാട്ടൂർ കൃഷി ഓഫീസർ വരും, പിന്നെ കല്യാശ്ശേരി കൃഷി ഓഫീസർ വരും, അതുപോലെ ഹെഡ് ഓഫീസർ കണ്ണൂരിൽ നിന്ന് ഓഫീസേഴ്സ് വരും. നല്ല സപ്പോർട്ട്, ഈ പഞ്ചായത്ത് നല്ല സപ്പോർട്ടാ. ആദ്യം എനിക്ക് ഇതൊക്കെ തരാന്ന് പറയുന്നു, എന്താ പറയാ, സബ്സിഡി ഒക്കെ തരും എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച്. പക്ഷെ ലാസ്റ്റ് മനസ്സിലായി ഈ സബ്സിഡി അവരെ ലീസ് ആണില്ല. ആ സബ്സിഡിയിൽ മറ്റേ ഇതൊന്നുമില്ല, തെങ്ങ് വഴക്ക് അത് ഇങ്ങനെ ഉണ്ടെന്നല്ലാണ്ട് ഈ ഡ്രാഗൺ പൊട്ടെന്ന് പറയുന്നത് അടുത്താണ് ക്രോസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. വെക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത്ര ക്രോസ് വെക്കുമ്പോ ടയറ് വെക്കുമ്പോ ഇത്ര ക്രോസ് ചെയ്യാൻ പറ്റൂല. ഇതിപ്പോ ടയറ് ഞാൻ വെറുതെ സാമ്പിൾ എക്സ്പ്ലനേഷൻ ചെയ്യാം കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന് വൃക്ഷങ്ങൾ ഉണ്ടായതുകൊണ്ടുള്ള ആ കുറവ് കൊണ്ടാണ് ഇതിന്റെ തിക്നെസ്സിനെ ബാധിക്കുന്നത്. നേരത്തെ ഇതിന്റെ മുകളിലുണ്ട് കാർപോർട്ടിന്റെ മീതിന്റെ 1 മീറ്റർ വേണം, 5 അടി. 1 മീറ്റർ അതിൽ കൂടുതലേ, 1 മീറ്റർ 4 അടിയിലല്ലോ, 5 അടിയാണ് ഇതിന്റെ. 5 അടി വേണം, 5 അടി ഡിസ്റ്റൻസിൽ വെക്കണം. ആ ഡിസ്റ്റൻസ് വെക്കുന്ന ഈ 4 ആ ഡിസ്റ്റൻസ്, അത് ടയർ വെക്കാൻ ആ ഡിസ്റ്റൻസിൽ തന്നെ വേണം. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കധികം ചെയ്യാൻ പറ്റൂല. ഒന്ന്, രണ്ടാമത് അന്നേരം ആ സമയത്ത് അറിയില്ല. പിന്നെ ഇത് വെക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കുറക്കാം. കാരണം ഇത് റൈറ്റും ലെഫ്റ്റേ പോകുന്നുണ്ട്. ഇത് 4 സ്ഥലത്തേക്ക് ബ്രാഞ്ച് പോകുന്നില്ല, സ്പ്രെഡായിട്ട് പോകുന്നില്ല. ഇത് റൈറ്റും ലെഫ്റ്റേ പോകുന്നുള്ളൂ. ടയറിന്റെ മുകളിലുള്ളത് സ്പ്രെഡാണ്. അപ്പൊ പിന്നെ ഈ ഡിസ്റ്റൻസ് പോരാ. ശരിക്കും 5 അടി തന്നെ വേണം. സെറ്റാക്കി തരുന്ന ആൾക്കാര് ഒരാളുണ്ട്. പക്ഷെ വരുമെന്ന് അറിയാം, നോക്കട്ടെ. ഞാൻ അന്വേഷിച്ചിട്ട് അത് പറഞ്ഞുതരാം. അതിന്റെ നമ്പർ എടുത്തോ കേട്ടോ. ഞാൻ സെറ്റാക്കിയത് കൊടുക്കുന്നുണ്ട്. ഓ ഇതാ അതാ അവിടെ വെച്ച് സെറ്റാക്കി കൊടുക്കാനുള്ളതാണ്. അവിടെ വെച്ച് സെറ്റാക്കി ഇതിന് പിന്നെ നമ്മൾ അതൊക്കെ ദേശീയനാണ്. അത് വേറെ റോയലാണ്. പിന്നെ അതിന്റെ താഴെയാണ് ഇത് വരുന്നത്. ഇത് ഇതിപ്പോ 2-3 ദിവസം കൂടി ഇത് പൂവായിട്ട് വിടരും. ഇത് മൊറോക്കനാണ്. ഇതിന് ശേഷമാണ് ഇത് 30ാമത്തെ ദിവസം നമുക്കിത് പഴം പറിച്ചിട്ട് തിന്നാം. അത്രേ ടൈം വേണ്ടി ഇതിന്. 30 days. 30 ദിവസം നമുക്ക് പഴം പറിച്ച് തിന്നാം. 1-2 ദിവസം അങ്ങോട്ടായാലും കുഴപ്പമൊന്നുമില്ല. 29 ദിവസം തന്നെ ശരിക്കും പഴുത്തിട്ടുണ്ടാവും. മെഡിസിൻ നമ്മുടെ നാടൻ വളം, ജൈവ വളം ഞാൻ ചെയ്യുന്നുള്ളൂ. ജൈവവളയെ ചെയ്യുന്നുള്ളൂ. ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അത് നമ്മുടെ കിച്ചൺ വേസ്റ്റിന്റെ വാട്ടർ, ഫ്രൂട്ട്സിന്റെ വാട്ടർ, അതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. അത് കെമിക്കലായി ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇതിലുള്ള പിന്നെ പ്രത്യേക പറഞ്ഞാൽ ഷംസ്, ഇതിൽ 3 ടൈപ്പാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഒന്ന് സെൽഫ് പോളൈനേഷൻ, ഒന്ന് ക്രോസ് പോളൈനേഷൻ, ഒന്ന് ബൈ ഹാൻഡ് പോളൈനേഷൻ. അതാണ് ഇതിന് മെയിൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആക്കണോ? 5 അടി എനിക്ക് ചെയ്യാൻ പറ്റൂല. 5 അടി ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും എക്സ്പെക്ട് കുറവുണ്ട്. സൂര്യപ്രകാശം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് വെച്ചിട്ടുള്ളത്. രാത്രി ഇതിന്റെ പ്രകാശമാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഫുൾ ലൈറ്റ് തന്നെ വെച്ചിട്ടുണ്ട്.